എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേബി കേക്ക് ടോപ്പറാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ബേബി ഗേൾ ടോപ്പറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബേബി ഷവറിനും അതേപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എല്ലാം കേക്ക് ടോപ്പറായിട്ട് വെക്കാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി കേക്ക് ടോപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാഷ്മെല്ലോ ഫോണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത്. മാഷ്മെല്ലോ ഫോണ്ടൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. വൈറ്റ് ഫോണ്ടിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോണ്ടിൻ്റെ എടുക്കുമ്പോൾ അതിപ്പോൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നല്ലതുപോലെ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ആ സ്കിൻ കളർ കിട്ടുന്നതിനായിട്ട് ഐവറി കളറാണ് എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ടൂത്ത് പീക്കിൽ കുറച്ചെടുത്തിട്ട് ആ ഫോണ്ടിൻ്റെ ആയിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്യണം കളറ്. ഈ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സിലിക്കോൺ മോൾഡാണ്. അപ്പോൾ ഈ മോൾഡിനുള്ളിൽ ഒന്നിലും നമുക്ക് വെജിറ്റബിൾ ഷോർട്ടനിങ് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഒത്തിരി വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് നല്ലൊരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ബ്രഷും കൊണ്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വിട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമ്മൾ കളർ ചെയ്ത ഫോണ്ടിൽ നിന്ന് കുറച്ചെടുക്കുക. കുറച്ചെടുത്ത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. എപ്പോഴും അത് ക്രാക്കില്ലാത്ത ഒരു ഫോണ്ടിനായിരിക്കണം. ഒരിക്കലും ഒരു ക്രാക്കുള്ള ഫോണ്ട് അതിൽ വെക്കരുത്. നല്ലതുപോലെ നമ്മൾ ഉരുട്ടി എന്നിട്ട് അതിലേക്ക് ആ മോൾഡിലേക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇറക്കുക. അത് താഴെ വരെ അത് പോകണം. അല്ലെങ്കിൽ അത് നല്ലതുപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്യുക മോൾഡിൻ്റെ ഉള്ളിലോട്ട്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ മുകളിൽ നിന്ന് ഷാർപ്പുള്ള നൈഫും കൊണ്ടൊന്നും കട്ട് ചെയ്ത് അപ്പോൾ അതിന് നമ്മുടെ മോൾഡ് കട്ടായി പോകും. അപ്പോൾ സ്പാറ്റിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി അത് ഫ്രീസറിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. മിനിമം 20 മിനിറ്റെങ്കിലും വെക്കുമ്പോഴാണ്. അപ്പോൾ അധികം തണുപ്പില്ലാത്ത ഫ്രീസറാണെങ്കിൽ 25 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോഴാണ് നല്ലതുപോലെ അത് സെറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു. നമുക്ക് ഇനി അത് മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മോൾഡിൽ നിന്ന് അത് വിട്ടു പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബേബിയുടെ അത് കിട്ടിയിട്ടുണ്ട്. ബാക്കി ആ മുകളിലുള്ള കോൺഫ്ലവർ എല്ലാം ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ തൂത്ത് കളയണം. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗേളിൻ്റെ കേക്ക് ടോപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പിങ്ക് അല്ല, ഒരു കുറച്ചും കൂടി കളറുള്ള ഒരു ഫോണ്ടിനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തണം. ഫ്രീസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വേപ്പർ പോലെ ഉണ്ടാകും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ വേപ്പർ എല്ലാം പോയി അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയി വന്നോളും ആ ബേബി. ഒത്തിരി ഡ്രൈ ആയിട്ട് ഇതിൻ്റെ ബേബിയുടെ അത് ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെള്ളം അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ വെച്ച് ബ്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ പിങ്ക് ഫോണ്ടിൻ്റെ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട്. ഞാൻ അതിൻ്റെ മുകളിലൊരു ഫ്രില്ല് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സെയിം കളർ ഫോണ്ടിൻ്റെ ഇങ്ങനെ കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ബോൾ ടൂൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഒരു സൈഡ് മാത്രമേ ഒന്ന് പ്രസ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മുടെ ഫ്രില്ലിൻ്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വീതി കുറഞ്ഞ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രില്ല് വെക്കുന്നതിന് മുമ്പായിട്ടും കുറച്ച് എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ വെള്ളം വെച്ച് ബ്രഷ് ചെയ്തിട്ട് വേണം ഫ്രില്ല് വെക്കാനായിട്ട്. ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് ബേബിനെ എടുത്ത് വയ്ക്കുക. നമുക്കതിൻ്റെ മുടി ഒന്ന് കളർ ചെയ്യാനായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ബ്രൗൺ കളറ് വിൽട്ടൻ്റെ കളറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ബ്രഷ് ചെയ്ത് തലമുടിയിൽ നല്ലതുപോലെ ബ്രൗൺ കളർ വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ബ്രഷ് ചെയ്യണം. വിൽട്ടൻ്റെ ജെൽ കളറാണ് എടുത്തിരിക്കുന്നത്, ബ്രൗൺ കളർ. ഇനി അത് ഡ്രൈ ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കണം. ഇനി വേറെ ചെറിയ ഫോണ്ടിൻ്റെ സെയിം കളർ തന്നെയാണ് തലയിലുള്ള ഹെയർ ബാൻഡ് നീളത്തിലൊന്ന് ഉരുട്ടിങ്ങെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അത് നമുക്ക് തലയിൽ വയ്ക്കാം. ഞാൻ സെയിം കളർ ഫോണ്ടിന് എടുത്ത് പരത്തുക. ഇതേപോലത്തെ ഒരു ഫ്ലവർ കട്ടർ കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് അത് ബാൻഡിൻ്റെ മുകളിൽ വയ്ക്കണം. ഇനി സെയിം കളർ ഫോണ്ടിൻ്റെ അടുത്തുനിന്ന് പരത്തണം. ഇത് ബേബിയുടെ ബ്ലാങ്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ബോൾ ടൂൾ വെച്ചിട്ട് സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂവോ തേച്ചിട്ട് വേണം നമുക്ക് ബേബിയെ അതിനകത്ത് കിടത്താനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ഗേൾ കേക്ക് ടോപ്പർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കപ്പ് കേക്കിൻ്റെ മുകളിൽ വയ്ക്കാം. അതുപോലെ ക്രീം കേക്കിൻ്റെ മുകളിലും സാധാരണ കേക്കിൻ്റെ മുകളിലും ഫോണ്ടൻ്റ് കവർ ചെയ്ത കേക്കിൻ്റെ മുകളിലും എല്ലാം വയ്ക്കാവുന്ന നല്ലൊരു കേക്ക് ടോപ്പറാണ്.